ഓക്കെ, സോ ഇതാണ് ഇൻഫിനിക്സിൻ്റെ സബ് ബ്രാൻഡായ ഇൻഫിനിക്സ് സ്നോക്കോർ. അതായത് ഇവരുടെ TWS ബ്ലൂടൂത്ത് ഇയർഫോൺസിൻ്റെ ഒരു ലൈനിൻ്റെ പേരാണ് സ്നോക്കോർ. സോ ഈ സ്നോക്കോറിൻ്റെ ഇന്ത്യയിലുള്ള ഫസ്റ്റ് TWS ബ്ലൂടൂത്ത് ഇയർഫോൺസ് ആണ് സ്നോക്കോർ iRocker. ഇതിൻ്റെ പ്രൈസ് 1499 റുപ്പീസാണ്, ഫ്ലിപ്കാർട്ടിലാണ്. സോ ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പം ഒരു ഫോൺ മാനുഫാക്ചറിങ് കമ്പനിയുടെ സൈഡിൽ നിന്ന് വരുന്ന ഏറ്റവും അഫോർഡബിൾ ആയ TWS ബ്ലൂടൂത്ത് ഇയർഫോൺസ് ആണ് സ്നോക്കോർ iRocker. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് നിതിൻ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കേണ്ട. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ. ബോക്സിൻ്റെ റൈറ്റ് സൈഡ് നോക്കിയാൽ പ്രത്യേകിച്ചൊന്നും എഴുതിയിട്ടില്ല. ലെഫ്റ്റ് സൈഡിൽ ഓക്കെ ബ്ലൂടൂത്ത് 5.0 ആണ്, സൂപ്പർ ഫാസ്റ്റ് പെയറിംഗ്, അപ് ടു 20 hours പ്ലേ ടൈം, പിന്നെ അൾട്രാ ലൈറ്റ് സ്പോർട്സ് വെയർ. ബാക്ക് നോക്കാം. ബാക്കിൽ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിൻ്റെ സമ്മറിയാണ്. സോ കട്ടിംഗ് എഡ്ജ് ബ്ലൂടൂത്ത് 5.0, 300 mAh ചാർജിങ് കേസ് ഉണ്ട്, 40 mAh ഓരോ ബഡ്സിൻ്റെ ബാറ്ററി കപ്പാസിറ്റി 40 mAh ആണ്, 6mm ഡ്രൈവർ യൂണിറ്റ് ആണ്, IPS X4 സ്വെറ്റ് പ്രൂഫ്, റേറ്റിംഗ് ഉണ്ട്, ബട്ടൺ കൺട്രോൾ ഉണ്ട്, കോൾസ് മ്യൂസിക് ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അതിനോടൊപ്പം തന്നെ ബിൽറ്റ് ഇൻ ഗൂഗിൾ അസിസ്റ്റൻറ്റ്, ടേക്ക് ഔട്ട് ഓട്ടോ കണക്ഷൻ ഉണ്ട്. അതിനോടൊപ്പം തന്നെ കംഫർട്ട് ഇൻ ഇയർ ഉണ്ട്. അതാണ് ഇൻഫിനിക്സ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, സോ വളരെ ഡീസൻറ്റും സിമ്പിളായ പാക്കേജിംഗ് ആണ്, അത്രയും ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ഇയർപോഡ്സും പിന്നെ അതിൻ്റെ കവറാണ്. വേറെ പ്രത്യേകിച്ച് നമുക്ക് നോക്കാം. പിന്നെ കുറച്ച് ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ട്, ചാർജിങ് കേബിൾ, പിന്നെ എക്സ്ട്രാ റബ്ബർ ഗ്രിപ്പ് ഉണ്ട്. ഇതാണ് ഇൻഫിനിക്സ് സ്നോക്കോർ iRockerൻ്റെ കേസാണ്. നമുക്ക് വൈറ്റ് വേരിയൻ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. ബാക്കി 2 വേരിയൻസ് ആണ്, ബ്ലാക്ക് ഉണ്ട് പിന്നെ ബ്ലൂ ഉണ്ട്. പിന്നെ ഇത് ചാർജ് ചെയ്യാൻ വേണ്ടി കൂടെ കിട്ടുന്നത് മൈക്രോ USB കേബിളാണ്. സോ നമുക്കിത് ഓപ്പൺ ചെയ്ത് ഉള്ളിലെ ഇയർബഡ്സ് എടുത്ത് നോക്കാം. ഓക്കെ, 1 2. ചെറിയൊരു പ്ലാസ്റ്റിക് കവറുണ്ട്, നമുക്ക് എടുത്ത് മാറ്റാം. ഓക്കെ, സോ ഇവിടെ ഒരു റെഡ് ലൈറ്റ് കത്തുന്നുണ്ട്. എൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നത് ഇത് ചാർജ് ആവുന്നുണ്ട് എന്നാണ്. സോ നിങ്ങൾ ഈ ഒരു ഇയർബഡ്സിൻ്റെ നമ്മൾ പറഞ്ഞില്ലേ 40 mAh ആണ് ഇയർബഡ്സിൻ്റെ ബാറ്ററി കപ്പാസിറ്റി, ടോട്ടൽ കേസിൻ്റെ 300 mAh ആണ്. സോ നിങ്ങളുടെ ബഡ്സിൻ്റെ ബാറ്ററി തീർന്നു പോയാൽ ഇതിലേക്ക് ഇട്ടാൽ അത് ഓട്ടോമാറ്റിക്കലി ചാർജ് ആവും. നമുക്ക് TWS ബ്ലൂടൂത്ത് വഴി നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഞാൻ ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ചെയ്യട്ടെ. ഓക്കെ, തൽക്കാലം കാണിക്കുന്നില്ല. നമുക്ക് മിക്കവാറും എനിക്കത് തുറന്ന് ഇത് പുറത്തോട്ട് എടുത്ത് ഇതിൻ്റെ ബട്ടൺ പ്രസ് ചെയ്യേണ്ടി വരും മിക്കവാറും. നമുക്കിതിൻ്റെ ബട്ടൺ പ്രസ് ചെയ്ത് നോക്കാം. ഓക്കെ, iRocker എന്ന് കാണിക്കുന്നുണ്ട്. ലെറ്റ്സ് കണക്ട്. ഓക്കെ, സോ കണക്റ്റഡ് ആണ്. ഇപ്പം iRocker കണക്റ്റ് ആയിട്ടുണ്ട്. സോ വളരെ ഈസി ആയിട്ട് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റി, അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നില്ല. സോ കണക്ഷൻ ഈസി ആയിരുന്നു. സോ നമുക്കിതിൻ്റെ ചില ഫീച്ചേഴ്സൊക്കെ നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ കവറിൽ വായിച്ച പോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ 5.0 സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ HD കോളിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇതുവഴി ചെയ്യാൻ കഴിയും. അതിനോടൊപ്പം തന്നെ ബ്ലൂടൂത്ത് 5.0 ആയതുകൊണ്ട് കൂടുതൽ പവർ എഫിഷ്യൻറ്റുമാണ്. നെക്സ്റ്റ് ഫീച്ചറാണ് ടേക്ക് ഔട്ട് ഓട്ടോ കണക്ഷൻ. സോ നമ്മളിപ്പം ഫസ്റ്റ് ടൈം കണക്ട് ചെയ്തപ്പം സെറ്റിങ്സിൽ പോയി ബ്ലൂടൂത്തിൽ കയറി അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. പക്ഷേ എല്ലാം തവണ അങ്ങനെ ചെയ്യണമെന്നില്ല. ഇനി നെക്സ്റ്റ് ടൈം ഫസ്റ്റ് ടൈം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത തവണ ഈ നിങ്ങളുടെ ഈ ഒരു ഇയർബഡ്സ് ഉണ്ടല്ലോ, ഇയർബഡ്സ് ഈ പാക്കറ്റിൽ നിന്ന് അതായത് ഇതിൻ്റെ കേസിൽ നിന്ന് പുറത്തോട്ട് എടുത്താൽ ഓട്ടോമാറ്റിക്കലി അത് കണക്റ്റ് ആവും. സോ നമുക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സോ അത് ഡിസ്കണക്റ്റ് ആയി. സോ നിങ്ങൾ തിരിച്ച് വെക്കുമ്പോൾ ഡിസ്കണക്റ്റ് ആവും. നമുക്കിത് പുറത്തെടുത്ത് നോക്കാം. കണ്ടില്ലേ, ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആയി. നെക്സ്റ്റ് വളരെ യൂസ്ഫുൾ ആയ ഫീച്ചറാണ് മോഡ് സ്വിച്ച്. സോ നിങ്ങൾക്ക് നോർമലി 2 ഇയർബഡ്സിലൂടെയും സൗണ്ട് കേൾക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ എന്തായാലും 2 കേട്ടാൽ ബാക്കി ട്രാഫിക്കും പിന്നെ ബാക്കിൽ ഹോൺ അടിക്കുന്ന ഒന്നും കേൾക്കാൻ കഴിയില്ല. സോ നിങ്ങൾക്ക് ഈ ഒരു മോഡ് സ്വിച്ച് ആക്ടിവേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ മോഡ് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്താൽ ഒരു ഇയർബഡ്സിൽ നിന്ന് മാത്രമായിരിക്കും സൗണ്ട് വരാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് ട്രാഫിക്കിൻ്റെ സൗണ്ട് കേൾക്കാൻ കഴിയും, അതിനോടൊപ്പം തന്നെ ഫോണിലൂടെ സംസാരിക്കുകയും ചെയ്യാം. ഇൻഫിനിക്സ് പറയുന്നത് ഈ ഇയർബഡ്സിൻ്റെ ഡയഫ്രാം ഉണ്ടാക്കിയിരിക്കുന്നത് ടൈറ്റാനിയം ഗ്രഫീൻ യൂസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അവർ യൂസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗൂസ് എഗ് ഡിസൈൻ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. സോ പിന്നെ വളരെ ലൈറ്റ് വെയ്റ്റ് ആയ ഇയർബഡ്സ് ആണ്. സോ ഒരു ഇയർബഡിൻ്റെ വെയിറ്റ് ആണ് അപ്രോക്സിമേറ്റ്ലി 4.6 gram ആണ്. സോ വളരെ ലൈറ്റ് ആണ്. സോ നിങ്ങൾ ജോഗിങ് ഒക്കെ പോകാൻ വേണ്ടി അല്ലെങ്കിൽ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, പാട്ട് കേട്ട് വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പിന്നെ ഈ വയറിൻ്റെ ഒക്കെ ഒരു പ്രശ്നമുണ്ടല്ലോ, അവിടെ അവിടെയൊക്കെ സ്റ്റക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ വയർലെസ് ആയി നിങ്ങൾക്ക് ജോഗിങ് വർക്കൗട്ടൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും സ്നോക്കോർ. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ കേസിൽ മാഗ്നറ്റ് ഉണ്ട്. സോ ഓട്ടോമാറ്റിക്കലി സ്ലൈഡ് ഇൻ ആവും.
സോ വലിയ ബുദ്ധിമുട്ടില്ല, ഓട്ടോമാറ്റിക്കലി ആ കേസിലേക്ക് കയറുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് സംസാരിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഇയർബഡിന് 40 mAh ആണ് ബാറ്ററി. ഈ ഒരു ചാർജിങ് കേസിന് 300 mAh ബാറ്ററി ഉണ്ട്. സോ ഇൻഫിനിക്സ് പറയുന്നതനുസരിച്ച് ടോട്ടൽ നിങ്ങൾക്ക് 20 മണിക്കൂറിൻ്റെയാണ് പ്ലേ ടൈം കിട്ടുന്നത്. ഈ രണ്ട് ഇയർബഡ്സ് ഫുള്ളി ചാർജ് ആവാൻ വേണ്ടി ഏകദേശം 72 മിനിറ്റ് എടുക്കും. അതിനോടൊപ്പം തന്നെ ഈ ഒരു 300 mAh കേസ് ഫുൾ ചാർജ് ആവാൻ വേണ്ടി 1.5 മണിക്കൂർ എടുക്കും. നെക്സ്റ്റ് ഫീച്ചറാണ് ഇതിൻ്റെ മൾട്ടി ഫംഗ്ഷൻ ബട്ടൺ കൺട്രോൾ. സോ ഈ ഒരു ബട്ടൺസ് വെച്ച് നിങ്ങൾക്ക് പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ കഴിയും. ഈ രണ്ട് ബട്ടൺസിൽ ഏതെങ്കിലും ഒരു ബട്ടൺ നിങ്ങൾ സിംഗിൾ ക്ലിക്ക് ചെയ്താൽ മ്യൂസിക് പ്ലേ അല്ലെങ്കിൽ പോസ് ചെയ്യാൻ കഴിയും. ഡബിൾ ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകും. ട്രിപ്പിൾ ക്ലിക്ക് ചെയ്താൽ പ്രീവിയസ് സോങ്ങിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ ഇൻകമിംഗ് കോൾ വന്നാൽ സിംഗിൾ ക്ലിക്ക് ചെയ്താൽ ആൻസർ ചെയ്യാൻ കഴിയും. പ്രസ്സും ഹോൾഡ് ചെയ്താൽ ആ ഒരു കോൾ റിജക്റ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് ഈ ബട്ടൺസ് വഴി മ്യൂസിക് ഒന്ന് കൺട്രോൾ ചെയ്ത് നോക്കാം. സിംഗിൾ ക്ലിക്ക്, സോ പോസായി. സോ നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകുന്നുണ്ട്. നമുക്ക് പ്രീവിയസ് സോങ്ങിലേക്ക് പോയി നോക്കാം. 1 2 3. സോ പ്രീവിയസ് സോങ്ങിലേക്കും പോകുന്നുണ്ട്. സോ വർക്ക് ആവുന്നുണ്ട്. ഇതിൻ്റെ ശരിക്കും ഇതിൻ്റെ ഒരു മൾട്ടി ഫങ്ഷണൽ ബട്ടൺ ടച്ച് ഫീച്ചേഴ്സ്, ടച്ച് അല്ല ബട്ടൺ പ്രസ് ഫീച്ചേഴ്സ് നല്ല രീതിയിൽ തന്നെ വർക്ക് ആവുന്നുണ്ട്. സോ ഞാനിത് വെച്ചുകൊണ്ട് പാട്ട് കേട്ട് നോക്കിയായിരുന്നു. സോ 1500 എന്ന ഒരു പ്രൈസ് ടാഗ് ഉണ്ടല്ലോ, ആ പ്രൈസ് ടാഗ് വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല പെർഫോമർ തന്നെയാണ് ഈ ഇതിൻ്റെ iRocker. സ്നോക്കോറിൻ്റെ iRocker നല്ല പെർഫോമറാണ്. പിന്നെ ഇവർ പറഞ്ഞതുപോലെ അത്രയും ബേസ് ബൂസ്റ്റ് കിട്ടുന്നില്ല, അത്രയും ബേസ് ഇല്ല, വളരെ പക്ഷേ വോക്കൽസ് നല്ല ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. സോ ശരിക്കും നമ്മുടെ മലയാളം പാട്ട് കേൾക്കാൻ വേണ്ടി നല്ലൊരു സെറ്റ് ഓഫ് ഇയർബഡ്സ് ആണ്, അതായത് ബ്ലൂടൂത്ത് വയർലെസ് ഇയർബഡ്സ് ആണ് സ്നോക്കോറിൻ്റെ iRockers. പക്ഷേ നിങ്ങൾ ഒരുപാട് ഇംഗ്ലീഷ് പാട്ടും പിന്നെ നിങ്ങൾക്ക് ആ ഒരു തമ്പിങ് ബേസ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഇംഗ്ലീഷ് പാട്ടിലൊക്കെ വരുന്ന, അല്ലെങ്കിൽ ഒരുപാട് നല്ല ബേസ് ബീറ്റ്സ് ഒക്കെ ഒരുപാടുള്ള പാട്ട് നിങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ ആ ഒരു എഫക്റ്റ്, ആ ഒരു ഭയങ്കര ബേസിൻ്റെ എഫക്റ്റ് കിട്ടില്ല. പക്ഷേ നോർമൽ നമ്മുടെ മലയാളം പാട്ട് കേൾക്കാൻ വേണ്ടി, ലൈറ്റ് മ്യൂസിക് കേൾക്കാൻ വേണ്ടി, പിന്നെ ഫോണിൽ സംസാരിക്കാൻ വേണ്ടി, അങ്ങനെയൊക്കെ ആ ഒരു ഫീച്ചറിന് വേണ്ടി എനിക്ക് തോന്നുന്നു 1500 റുപ്പീസിൻ്റെ ആ ഒരു പ്രൈസ് ടാഗ് വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ആയിരിക്കും നമ്മുടെ ഇൻഫിനിക്സിൻ്റെ സ്നോക്കോറിൻ്റെ iRocker. സോ നിങ്ങൾ ഇതുവരെ ഒരു TWS ഇയർഫോൺസ് യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷേ നല്ലൊരു ബ്രാൻഡിൻ്റെ പക്ഷേ വില കുറഞ്ഞൊരു TWS സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ഫസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് TWS എന്ന ഈ സംഭവം ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു TWS നോക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും സ്നോക്കോറിൻ്റെ iRocker. സോ നിങ്ങൾക്ക് ഇൻഫിനിക്സിൻ്റെ സ്നോക്കോർ iRocker വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫ്ലിപ്കാർട്ട് പ്രോഡക്റ്റ് ലിങ്ക് ഇട്ടുതരാം. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.